Okay. So our next topic is Sendai Framework for Disaster Risk Reduction. അതിൽ ടാർഗറ്റ്, പ്രയോറിറ്റീസ് ഫോർ ആക്ഷൻ ആൻഡ് ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ഇതാണ് ലാസ്റ്റ് ടോപ്പിക് വരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ദി സെൻഡായി ഫ്രെയിംവർക്ക് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ? ഇത് ആക്ച്വലി നമുക്കൊരു റിസ്ക് റിഡക്ഷൻ പ്ലാൻ, വേൾഡ് വൈഡുള്ള ഒരു റിസ്ക് റിഡക്ഷൻ പ്ലാൻ ആണ് ഫോർ എ ലോങ് ഡ്യൂറേഷൻ, ദാറ്റ് ഈസ് 2015 to 2030. ഓക്കെ. അപ്പൊ ഇതിനു മുന്നേ ആക്ച്വലി ഒരു 2005 to 2015 വരെയുള്ള വേറൊരു ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ പ്ലാൻ ആയിരുന്നു ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് അതിന്റെ ഡ്രോബാക്സും അല്ലെങ്കിൽ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നെക്സ്റ്റ് റിവൈസ് ചെയ്ത ഒരു ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഫ്രെയിംവർക്ക് ആണ് ഈ സെൻഡായി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഓക്കെ. സോ സെൻഡായി ഫ്രെയിംവർക്ക് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ 2015-2030. So the third World Conference on Disaster Risk Reduction was held in Sendai, Japan in March 2015. So അതുകൊണ്ടാണ് ആ ഒരു നെയിം വന്നത്. Okay. The conference came out with more recommendations on strategies for disaster risk reduction and the ways to cope with disasters. And it pursues the following goal. That is the goal of the Sendai framework for risk reduction is prevent new and reduce existing disaster risk through the implementation of integrated and inclusive economical, structural, legal, social, health, cultural, educational, environmental, technological, political, and institutional measures that prevent and reduce hazard exposure and vulnerability to disaster, increase preparedness for response and recovery, and thus strengthen the resilience. നിങ്ങളൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ സെന്റൻസ് ഒന്ന് വായിക്കുക. അതിനകത്ത് ഇങ്ങനൊരു ലോങ് സെന്റൻസ് ആയിട്ട് ഉള്ളത്. അപ്പൊ എന്തൊക്കെയാണ് വരുന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഗോൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ. സോ പ്രിവെന്റ് ന്യൂ, അതായത് ന്യൂ ഡിസാസ്റ്റർ റിസ്ക് പ്രിവെന്റ് ചെയ്യുക. റെഡ്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. ത്രൂ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇൻക്ലൂസീവ്. അപ്പോൾ അതെങ്ങനെ? ത്രൂ വിച്ച്, ദാറ്റ് ഈസ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഏതൊക്കെ ലെവലിൽ? എക്കണോമിക്, സ്ട്രക്ചറൽ, ലീഗൽ, സോഷ്യൽ, ഹെൽത്ത്, കൾച്ചറൽ, എഡ്യൂക്കേഷണൽ, എൻവയോൺമെന്റൽ, ടെക്നോളജിക്കൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ്. അതായത് എല്ലാ ലെവലിലും ഉള്ള ഇന്റഗ്രേറ്റഡ് മെഷേഴ്സ്. ഓക്കെ. ദാറ്റ് പ്രിവെന്റ് ആൻഡ് റെഡ്യൂസ് ഹസാർഡ് എക്സ്പോഷർ. അതായത് നമുക്ക് ഈ പറയുന്ന ഇംപ്ലിമെന്റേഷൻ ഓഫ് മെഷേഴ്സിലൂടെ എന്ത് ചെയ്യാൻ പറ്റണം? പ്രിവെന്റ് ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക ഹസാർഡ് എക്സ്പോഷർ. അതായത് എക്സ്പോഷർ റെഡ്യൂസ് ചെയ്യുക, ദെൻ വൾണറബിലിറ്റി റെഡ്യൂസ് ചെയ്യുക ടു ഡിസാസ്റ്റർ, ആൻഡ് ഇൻക്രീസ് പ്രിപ്പയർഡ്നെസ് ഫോർ റെസ്പോൺസ് ആൻഡ് റിക്കവറി. അതായത് പ്രിപ്പയർഡ്നെസ്, റെസ്പോൺസിനും റിക്കവറിക്കിന്റെ പ്രിപ്പയർഡ്നെസ് ഇൻക്രീസ് ചെയ്യുക, ഹസാർഡ് എക്സ്പോഷറും വൾണറബിലിറ്റിയും ഡിക്രീസ് ചെയ്യുക, ദെൻ സ്ട്രെങ്തൻ ദ റെസിലിയൻസ്. ദാറ്റ് ഈസ് ഡിസാസ്റ്ററിന് മാക്സിമം നമുക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി സ്ട്രെങ്തൻ ചെയ്യും. ഓക്കെ. അപ്പൊ ഇതാണ് ആ സെൻഡായി ഫ്രെയിംവർക്ക് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് അതിന്റെ പ്രിയാമ്പിൾ ഒന്ന് ജസ്റ്റ് കാണിക്കാം, ജസ്റ്റ് വായിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതാണ് ആക്ച്വലി ആ മാനുവൽ. ദാറ്റ് ഈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, 30 പേജസ് ഉണ്ട്, 30+ പേജസ് ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്താണ് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിന്റെ പ്രിയാമ്പിൾ ഒന്ന് നോക്കുക. ഓക്കെ. So Sendai Framework for Disaster Risk Reduction 2015-30 was adopted at the Third United Nations World Conference on Disaster Risk Reduction held from 14th to 18th March 2015 in Sendai, Miyagi, Japan, which represented a unique opportunity for countries. That is, എല്ലാ വേൾഡ് വൈഡിലുള്ള എല്ലാ കൺട്രീസിനും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ പറഞ്ഞ ജപ്പാനിൽ March 14 to 18 2015 അറ്റൻഡ് ചെയ്ത നാഷണൽ വേൾഡ് വൈഡ് കോൺഫറൻസിൽ അഡോപ്റ്റ് ചെയ്ത ഒരു ഫ്രെയിംവർക്ക് ആണ്. ദാറ്റ് ഈസ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ വേണ്ടിയിട്ടുള്ള ഫ്രെയിംവർക്ക്. അത് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ നമുക്ക് ഈ ഒരു ലോങ് ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ, അതായത് 2015 to 30 എന്ന് പറയുന്ന ആ ഒരു ലോങ് ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഡിസാസ്റ്റർ റിഡക്ഷന് വേണ്ടിയിട്ട് അത്രയും ലോങ് ഡ്യൂറേഷൻ ആയിട്ടുള്ള പ്ലാൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അതിൽ പറയുന്നത് to adopt a concise, focused, forward-looking and action-oriented post-2015 framework for disaster risk reduction. That is, action-oriented post-2015 framework. Then to complete the assessment and review of the implementation of the Hyogo framework for action 2005 to 15.
അതായത് ഇതിന് മുന്നേ ഉണ്ടായിരുന്നത് സെൻഡായി ഫ്രെയിംവർക്കിന് മുന്നേ ഉണ്ടായിരുന്ന 2005-15 ഉണ്ടായിരുന്ന ഹോഗോ ഫ്രെയിംവർക്ക് ആണ്. സോ അതിലുള്ള അസസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യല്, ദെൻ അതിന്റെ ഇംപ്ലിമെന്റേഷൻ റിവ്യൂ ചെയ്യാം. ഓക്കെ, then to consider the experience gained through the regional and national strategies, institutional and plans for disaster risk reduction and the recommendations as well as relevant regional agreements for implementation of the Hyogo framework for the action. അതായത് മുന്നേ ഉണ്ടായിരുന്ന ആ ഫ്രെയിംവർക്കിലുള്ള കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക, ദാറ്റ് ഈസ് റീജിയൻ ലെവൽ, നാഷണൽ ലെവൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ റിസ്ക് റിഡക്ഷൻ, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാകും. സോ അതിന്റെ കംപ്ലീറ്റ് എന്ത് ചെയ്യുക, ഡീറ്റെയിൽസ് സ്റ്റഡി ചെയ്യുക. Then to identify modalities of cooperation based on commitments to implement the post 2015 framework for disaster risk reduction. So അതിനകത്തുനിന്ന് കംപ്ലീറ്റ് സ്റ്റഡി ചെയ്തിട്ട് 2015 ആഫ്റ്റർ 2015 ഉള്ള ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷന്റെ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, and to determine the modalities for the periodic review of the implementation of a post 2015 framework for disaster risk reduction. Then അതിന്റെ ഈ പറയുന്ന 15 to 30 പ്ലാൻ ചെയ്യുന്ന സെൻഡായി ഫ്രെയിംവർക്കിന്റെയും കംപ്ലീറ്റ് ഇംപ്ലിമെന്റേഷൻ റിവ്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് അതിൽ ആ ഒരു കോൺഫറൻസിൽ ഇൻക്ലൂഡ് ചെയ്ത കാര്യങ്ങൾ. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു കാര്യം ഓർക്കുക, അതായത് നമുക്ക് കംപ്ലീറ്റ് വേൾഡ് വൈഡ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളും അതിന്റെ മെത്തേഡ്സും കൂടെ ഡീൽ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ഫ്രെയിംവർക്ക് ആണ് ഈ സെൻഡായി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 2015 to 30 വരെയുള്ള പ്ലാൻ ആണ്. ഓക്കെ, the framework recognizes that the strong commitment and involvement of political leadership in every country is crucial. Okay, state level government share their responsibility to reduce disaster risk with other stakeholders such as local government, the private sector and other non-state actors. Okay, so നേരത്തെ നമ്മൾ ഇന്ത്യയിലുള്ള ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഐഡന്റിഫൈ ചെയ്ത പറഞ്ഞതുപോലെ തന്നെ നാഷണൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ, ദെൻ അത് റെസ്പോൺസിബിലിറ്റീസ് എന്ത് ചെയ്യും, ഷെയർ ചെയ്ത് ഡിസ്ട്രിക്ട് ലെവൽ, ദെൻ ലോക്കൽ അതോറിറ്റീസ്, അതർ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, ഇതേപോലെ എന്ത് ചെയ്യും ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ പ്ലാൻസും റെസ്പോൺസിബിലിറ്റീസും ഷെയർ ചെയ്ത് പോകും. ഓക്കെ, ഇറ്റ് പുട്സ് ഇൻ പ്ലേസ് 4 ക്ലിയർ പ്രയോറിറ്റീസ് ഫോർ ആക്ഷൻ and 7 global targets for the substantial reduction of disaster risk. അപ്പൊ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ പ്രയോറിറ്റീസ് ഓഫ് ആക്ഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, അതേപോലെ ഗ്ലോബൽ ടാർഗറ്റ്സ്. ഓക്കെ, ദെൻ അതിന്റെ ഒരു ഗൈഡ് ലൈൻസ്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാനുള്ള ഈ 3 കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ആണ് അത്. അതിൽ ടാർഗറ്റ്, പ്രയോറിറ്റീസ് ഫോർ ആക്ഷൻ, ഗൈഡിംഗ് പ്രിൻസിപ്പിൾ, ഇത്രയാണ് നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, the Sendai framework covers technological hazards in addition to natural hazards, which represent an evolution compared to its predecessor Hyogo framework for the action 2005 to 15. അപ്പോൾ ഇതിന് പ്രയോർ ആയിട്ടുള്ള ഹോഗോ ഫ്രെയിംവർക്ക് അതിൽ ഉള്ള ഒരു മെയിൻ ഡ്രോബാക്ക് ഇത് ഓവർകം ചെയ്യുന്നത് ഇറ്റ് കവേഴ്സ് ടെക്നോളജിക്കൽ ഹസാർഡ്സ് ആസ് വെൽ. ഇപ്പോൾ പ്രീവിയസ്ലി ഉണ്ടായിരുന്നത് നോർമലി മോസ്റ്റ്ലി ഫോക്കസ് ചെയ്തിരുന്നത് നാച്ചുറൽ ഹസാർഡ്സ് ആയിരുന്നു. നൗ ദിസ് ഫ്രെയിംവർക്ക് ഫോക്കസസ് ഓൺ ടെക്നോളജിക്കൽ ഹസാർഡ്സ് ആസ് വെൽ. Okay, these technological hazards include chemical, industrial hazards, further to radiological, nuclear, biological and others. ഇത് മോസ്റ്റ്ലി മാൻമെയ്ഡ് ഹസാർഡ്സ് ആണ് ഈ ടെക്നോളജിക്കൽ ഹസാർഡ്സിന്റെ കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഫ്രെയിംവർക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിനകത്ത് ടെക്നോളജിക്കൽ ഹസാർഡ്സിന്റെ കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഓക്കെ, പ്രീവിയസ്ലി അത് മെയിൻലി ഫോക്കസ് ചെയ്തിരുന്ന നാച്ചുറൽ ഹസാർഡ്സ് ആയിരുന്നു. So expected outcome and goal of this Sendai framework. ഇതൊന്ന് നോക്കിയേക്കണം, outcome and goal. Okay, so this framework aims to achieve the following outcome over the next 15 years, that is from 2015 to 2030. Okay, the substantial reduction of disaster risk and losses in lives, livelihoods and health and in the economic, physical, social, cultural and environmental assets of a person's business, communities and countries. Okay, so expect ചെയ്യുന്ന ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഇതാണ്, കംപ്ലീറ്റ് ഡിസാസ്റ്റർ റിസ്ക് ആൻഡ് ലോസസ് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ലോസസ് മേ ബി ഇൻ ടേംസ് ഓഫ് ലൈഫ്, ലൈവ്ലിഹുഡ്, ഹെൽത്ത്, എക്കണോമിക്, ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് ഏത് ആസ്പെക്റ്റിലുള്ളതായാലും. അപ്പൊ കംപ്ലീറ്റ് ഡിസാസ്റ്റർ റിസ്ക് ലോസസ് റെഡ്യൂസ് ചെയ്യുക, ദാറ്റ് ഈസ് ദ ഔട്ട്കം, expected outcome of this framework. Okay, and to attain the expected outcome the following goal must be pursued. ഈ ഗോള് നേരത്തെ പറഞ്ഞത് തന്നെയാണ് കേട്ടോ, ഈ സെയിം ഗോള് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തത്. സോ ആ ഒരു
particular outcome. That is outcome എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആൻഡ് ലോസ് റിഡക്ഷൻ. ഓക്കെ, reduce the disaster risk and losses. So, in order to attain that expected outcome, these goals should be pursued. നേരത്തെ പറഞ്ഞത് തന്നെയാണ് goal, prevent new and reducing existing disaster risk through implementation of various levels. Okay. അതിനു വേണ്ടിയിട്ട് to reduce hazard exposure, vulnerability to disaster, increase preparedness for response and recovery, and strengthen the resilience. That is the goal. Okay. So, ഈ ഒരു goal achieve ചെയ്യുകയാണെങ്കിൽ expected outcome കൂടെ attain ചെയ്യാൻ പറ്റും. Now, നേരത്തെ പറഞ്ഞു ടാർജറ്റ്, പ്രയോറിറ്റീസ് ഓഫ് ആക്ഷൻ, ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ്, ഇത് മൂന്നാണ് മെയിൻലി നോക്കേണ്ടത്. സോ ടാർജറ്റ്സ്, there are 7 targets. First one is substantially reduce global disaster mortality by 2030, aiming to lower average per 1 lakh global mortality to mortality rate reduce ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനൊരു പെർട്ടിക്കുലർ വാല്യൂ ഇവർ നമ്മൾ ടാർജറ്റ് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ പറയും. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ഒരു 1 lakh വെച്ചിട്ട്. ഓക്കെ, ലോവർ ആവറേജ് പെർ 1 lakh, ഓൾമോസ്റ്റ് ഒരു 1 lakhിലോളം എന്ത് ചെയ്യാം, ആ മോർട്ടാലിറ്റി റേറ്റ് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, പ്രീവിയസ്ലി ഉണ്ടായിരുന്നതിനെക്കാട്ടി റെഡ്യൂസ് ചെയ്യാം. ദറ്റ് ഈസ് ആ 2005 to 15 വരെയുള്ള ഒരു റേറ്റ് 2020 to 30 കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, അത് ഒരു 1 lakh എങ്കിലും മോർട്ടാലിറ്റി റേറ്റ് റെഡ്യൂസ് ചെയ്യാം. Okay, that is the first target. And second one, substantially reduce the number of affected people globally by 2030, aiming to lower the average global figure at 1 lakh between 2020 to 30 compared to 2005 to 15. Okay, so അതേപോലെ തന്നെ affected people, reduce the number of affected people globally. So globally by 2030 average ഈ affected people ന്റെ വാല്യൂ എന്ത് ചെയ്യാം, 1 lakh വെച്ച് reduce ചെയ്യാം. Okay, that is the second target. And third one is reduce direct disaster economic loss in relation to global gross domestic product by 2030. That is GDP. Okay, so reduce direct disaster economic loss in relation to GDP. So അതിന് corresponding ആയിട്ട് economic loss, GDP corresponding ആയിട്ട് എന്ത് ചെയ്യുക, economic loss reduce ചെയ്യുക. Then fourth one is substantially reduce disaster damage to critical infrastructure and disruption of basic services, among them health and educational facilities, including through developing their resilience by 2030. അതായത് ഡിസാസ്റ്റർ ഡാമേജ് റെഡ്യൂസ് ചെയ്യുക. ദറ്റ് ഈസ് ടു ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ബേസിക്കലി ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിന്, അതേപോലെ ബേസിക് സർവീസസ്. ബേസിക് സർവീസസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി, നമ്മുടെ അതുപോലെ ഹെൽത്ത് സർവീസസ്, എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിന് ഡാമേജ് ചെയ്യുന്ന, ഡിസാസ്റ്ററിന് ഉണ്ടാകുന്ന ഡാമേജ് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫോർത്ത് ടാർഗറ്റ്. ആൻഡ് ഫിഫ്ത്ത് വൺ ഇസ് substantially increase the number of countries with national and local disaster risk reduction strategies by 2020. That is, എല്ലാ പറഞ്ഞ പോലെ വേൾഡ് വൈഡിലെ എല്ലാ നാഷൻസിനും പറഞ്ഞ പോലെ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ സ്ട്രാറ്റജീസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ നമ്പർ ഓഫ് കൺട്രീസ് വിത്ത് നാഷണൽ ആൻഡ് ലോക്കൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ സ്ട്രാറ്റജീസ് ഇൻക്രീസ് ചെയ്യാം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ ഇപ്പം നമുക്കൊരു ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ സ്ട്രാറ്റജി ഉണ്ട്. ഓക്കെ, അത് നാഷണൽ ലെവലിലുണ്ട്, സ്റ്റേറ്റ് ലെവലിലുണ്ട്, ലോക്കൽ ലെവലിലുണ്ട്. ഓക്കെ, അപ്പൊ അതേപോലെ ഇല്ലാത്ത കൺട്രീസ് ഉണ്ടെങ്കിൽ ആ നമ്പർ ഓഫ് കൺട്രീസ് ഇൻക്രീസ് ചെയ്യാം ബൈ 2020. Then sixth one is substantially enhance international cooperation to developing countries through adequate and sustainable support to complement their national actions for implementation of this framework by 2030. That is, develop international cooperation. അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിനാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഇതുപോലെ ഡെവലപ്ഡ് കൺട്രീസ് എന്നുള്ള ഹെൽപ്പ് അല്ലെ. അപ്പൊ ആ ഒരു ഇന്റർനാഷണൽ കോപ്പറേഷൻ ഡെവലപ്പ് ചെയ്യുക ടു മാനേജ്, അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ പ്ലാൻസിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ കണക്ഷൻസ് അല്ലെ കോപ്പറേഷൻ ഡെവലപ്പ് ചെയ്യുക. ആൻഡ് സെവൻത്ത് വൺ ഇസ് substantially increase the availability and access to multi-hazard early warning system and disaster risk information and assessment to people by 2030. അതേപോലെ ഈ ഏർലി വാർണിംഗ് സിസ്റ്റം, ഓക്കെ, ഏർലി വാർണിംഗ് സിസ്റ്റം ആൻഡ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ അസസ്മെന്റ്, അത് കുറച്ചും കൂടെ എന്ത് ചെയ്യുക, എല്ലാ ആൾക്കാർക്കും അവൈലബിൾ ആകുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ,
So these are the 7 targets of Sendai framework. So നിങ്ങൾ ഓർക്കുക, കംപ്ലീറ്റ് സെന്റൻസ് കിട്ടിയിട്ടില്ലെങ്കിലും മെയിൻ പോയിന്റ്സ് ഒന്ന് ഓർക്കുക. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, ഗ്ലോബൽ ഡിസാസ്റ്റർ മോർട്ടാലിറ്റി റേറ്റ് റെഡ്യൂസ് ചെയ്യലാണ്. അത് ബൈ ആൻ ആവറേജ് പെർ ആ ഒരു വാല്യൂം കൂടെ ഓർത്താൽ നല്ലത്. കാരണം ഇങ്ങനെ നമ്മൾ ഒരു ടാർഗറ്റ് വെക്കുമ്പോൾ എന്താ പറയുക, ഒരു നമ്പറും കൂടെ പറയും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ മോർട്ടാലിറ്റി റേറ്റ് എന്ത് ചെയ്യുക, ലോവർ ആവറേജ് ഓഫ് 1 lakh അത്രയും ഗ്ലോബൽ മോർട്ടാലിറ്റി റേറ്റ് ഡിക്രീസ് ചെയ്യുക. ദാറ്റ് ഈസ് ഫസ്റ്റ് ടാർഗറ്റ്. ആൻഡ് സെക്കൻഡ് വൺ, reduce the number of affected people. അതിന്റെയും ടാർഗറ്റ് ലെവൽ reduce by 1 lakh ആണ്. ഓക്കെ, സോ നമ്പർ ഓഫ് affected people reduce ചെയ്യുക. ദെൻ തേർഡ് വൺ, എക്കണോമിക് ലോസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. അതായത് reduce direct disaster economic loss in relation to global gross domestic product. അതായത് ഗ്ലോബൽ GDP നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഉണ്ടാവുന്ന എക്കണോമിക് ലോസ് അത് റെഡ്യൂസ് ചെയ്യാം. ദെൻ തേർഡ് വൺ ഇസ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡാമേജ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എപ്പോഴും ഹെൽത്ത് സർവീസ്, അതേപോലെ ബേസിക് സർവീസസ്, പിന്നെ അതേപോലെ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, അപ്പൊ അങ്ങനെയുള്ള നോർമൽ ഇൻഫ്രാസ്ട്രക്ചറിനുള്ള ഡാമേജ് റെഡ്യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ദ ഫോർത്ത് പോയിന്റ്. അപ്പൊ ഈ മെയിൻ പോയിന്റ്സ് മറന്നു പോരെ, മോർട്ടാലിറ്റി റേറ്റ് കുറക്കുക, അതുപോലെ എഫക്റ്റഡ് പീപ്പിളിന്റെ കൗണ്ട് കുറക്കുക, ദെൻ എക്കണോമിക് ലോസ് റെഡ്യൂസ് ചെയ്യുക, ദെൻ ഡാമേജ് ടു ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ റെഡ്യൂസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ആ പോയിന്റ്സ് നമുക്ക് നോട്ട് ചെയ്ത് വെക്കണേ. കംപ്ലീറ്റ് സെന്റൻസ് എഴുതുന്നില്ലെങ്കിൽ ഈ പറയുന്ന പോയിന്റ്സ് നമുക്ക് നോട്ട് ചെയ്ത് വെക്കുക. ഡിസാസ്റ്റർ ഡാമേജ് ടു ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ റെഡ്യൂസ് ചെയ്യുക, ദാറ്റ് ഈസ് ഫോർത്ത് വൺ. ആൻഡ് ഫിഫ്ത്ത് വൺ, എല്ലാ കൺട്രീസിനും ഈ പറഞ്ഞ പോലെ ഒരു നാഷണൽ ആൻഡ് ലോക്കൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും ഇല്ലെങ്കിൽ ആ നമ്പർ ഓഫ് കൺട്രീസ് വിത്ത് നാഷണൽ ആൻഡ് ലോക്കൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ സ്ട്രാറ്റജീസ് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എല്ലാ മീൻസ് എൻഷുർ ചെയ്യുന്നതാണ് ടാർഗറ്റ്. ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിനും ഇതേപോലെ എന്ത് ചെയ്യുക, നാഷണൽ ആൻഡ് ലോക്കൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാന്നുള്ളത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻഹാൻസ് ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ബിറ്റ്വീൻ കൺട്രീസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നാഷണൽ ആക്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഈ ഡെവലപ്പിംഗ് കൺട്രീസിനാണെങ്കിൽ അതർ ഡെവലപ്ഡ് കൺട്രീസിന്റെ സപ്പോർട്ട് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ടു എൻഹാൻസ് ദ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ടു ഡെവലപ്മെന്റ് കൺട്രീസ്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് increase the availability of access to early warning system and disaster risk reduction and assessment. നമുക്ക് ഏർലി വാർണിംഗ് സിസ്റ്റംസും ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഇൻഫർമേഷനും എല്ലാ ആൾക്കാരിലും എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ കംപ്ലീറ്റ് അവൈലബിലിറ്റി ടു പീപ്പിൾ എൻഹാൻസ് ചെയ്യുക. ദാറ്റ് ഇസ് ദ സെവൻത്ത് ടാർഗറ്റ്. സോ ദീസ് ആർ ദ 7 ടാർഗറ്റ്സ് ഓഫ് സെൻഡായി ഫ്രെയിംവർക്ക്. ഓർക്കാൻ പറ്റൂലേ? പ്രശ്നമില്ലല്ലോ. മെയിൻ പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ടോ? ആ 7 പോയിന്റ്സും നോട്ട് ചെയ്തിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് റെഡ്യൂസ് മോർട്ടാലിറ്റി റേറ്റ്, റെഡ്യൂസ് നമ്പർ ഓഫ് എഫക്റ്റഡ് പീപ്പിൾ, റെഡ്യൂസ് എക്കണോമിക് ലോസ്, റെഡ്യൂസ് ഡാമേജ് ടു ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, increase the number of countries with the local, national and disaster risk reduction strategy, enhance international cooperation, increase the availability of early warning system and disaster risk reduction information. ഇത്രയെങ്കിലും പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ടോ? കംപ്ലീറ്റ് സെന്റൻസ് വേണ്ട, ഇത്ര പോയിന്റ്സ് നോട്ട് ചെയ്തോ എല്ലാവരും? Okay, so that are the 7 targets of Sendai framework. Then next one is priorities for action. Okay, so നമ്മൾ കുറെ ആക്ഷൻ പ്ലാൻസ് ഉണ്ട്, അതിന്റെ പ്രയോറിറ്റീസ് ആണ് നെക്സ്റ്റ് പറയുന്നത് സെൻഡായി ഫ്രെയിംവർക്കിൽ. അതാണ് നിങ്ങൾ ഇതിലും അത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് സെൻഡായി ഫ്രെയിംവർക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പ്രയോറിറ്റീസ് ഫോർ ആക്ഷൻ നെക്സ്റ്റ്. അതിൽ പ്രയോറിറ്റി ലെവൽസ് എന്ന് പറയുന്നത് നമുക്കൊരു 4 പ്രയോറിറ്റി ലെവൽസ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പ്രയോറിറ്റീസ് ഫോർ ആക്ഷൻ. ഓക്കെ, അതിൽ മെയിൻ പോയിന്റ്സ് ഒന്ന് ആദ്യം നോട്ട് ചെയ്ത് വെച്ചോ. അണ്ടർസ്റ്റാൻഡിങ് ഡിസാസ്റ്റർ റിസ്ക്, that is the first priority. Then second one, strengthening disaster risk governance to manage disaster risk. Then third one is investing in disaster risk reduction for resilience. And fourth one is enhancing disaster preparedness for effective response
and to build back better in recovery, rehabilitation, and reconstruction. These are the main 4 priorities for action that is defined in Sendai framework. Okay, so we can see one by one. First one is understanding disaster risk. The convention stresses the importance of identifying potentially hazardous activities to be able to target actions for prevention, preparedness, and response. It sets out preventive measures to be carried out by national authorities and operators, including legislative and institutional measures. The convention also deals with the setting of hazardous installations as part of land use planning policies and measures to minimize risk to the population and environment. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡിസാസ്റ്റർ റിസ്ക് അണ്ടർസ്റ്റാൻഡ്, അത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, സോ ഐഡന്റിഫൈ പൊട്ടൻഷ്യലി ഹസാർഡസ് ആക്ടിവിറ്റീസ് ടു ബി ഏബിൾ ടു ടാർഗറ്റ് ആക്ഷൻസ് ഫോർ പ്രിവെൻഷൻ, പ്രിപ്പയർനെസ് ആൻഡ് റെസ്പോൺസ്. അതായത് നമ്മൾ ഈ പൊട്ടൻഷ്യൽ ഹസാർഡസ് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. ഓക്കെ, ദാറ്റ് ഈസ് it sets out preventive measures to be carried out by national authorities and operators, including legislative and institutional measures. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം മാൻമെയ്ഡ് ഹസാർഡ്സിന്റെ ആണെങ്കിൽ, മാൻമെയ്ഡ് ഹസാർഡ്സിന്റെ കേസിലാണെങ്കിൽ പൊട്ടൻഷ്യലി ഹസാർഡസ് ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് എന്താ പറയാ ഈ പറഞ്ഞ പോലെ ഡിഫോറസ്റ്റേഷനോ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ആയിട്ടുള്ള പൊല്യൂഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നാഷണൽ അതോറിറ്റീസ് അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സിന് എന്ത് ചെയ്യാം, സം റൂൾസ് അല്ല ലെജിസ്ലേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ് എടുക്കാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും നമുക്കിപ്പം വൾണറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ആക്ഷൻസ് മാൻമെയ്ഡ് ഹസാർഡിന്റെ കേസിൽ പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നാച്ചുറൽ ഹസാർഡ്സും നമുക്ക് എന്താണ്, നമ്മൾ നാച്ചുറലിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണെങ്കിൽ, എക്കോസിസ്റ്റം പ്രൊട്ടക്ട് ചെയ്യുകയാണെങ്കിൽ നാച്ചുറൽ ഹസാർഡും കുറച്ച് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ഹസാർഡസ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ലീഗലി അല്ലെങ്കിൽ റൂൾസ് വെച്ചിട്ട് നമ്മുടെ നാഷണൽ അതോറിറ്റീസിന്, നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് അതോറിറ്റീസിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ കൺവെൻഷൻ ഓൾസോ ഡീൽസ് വിത്ത് ദ സിറ്റിംഗ് ഓഫ് ഹസാർഡസ് ഇൻസ്റ്റാളേഷൻ ആസ് പാർട്ട് ഓഫ് ലാൻഡ് യൂസ് പ്ലാനിംഗ് പോളിസീസ്. ഇപ്പം ലാൻഡ് യൂസ് പ്ലാനിംഗ് പോളിസീസ് അതായത് നമ്മൾ ഓരോ ഏരിയാസും എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, എന്തിനൊക്കെ യൂസ് ചെയ്യണം, അല്ലെ. ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നമുക്ക് എർത്ത് പ്രോൺ ഏരിയ ആണെങ്കിൽ അവിടെ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് എന്ത് ചെയ്യാം, ആ പ്ലാനിംഗ് പോളിസീസിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ റൂൾ പറയാം, അല്ലെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ഡിസാസ്റ്റർ ഒക്കർ ചെയ്താലും റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പം ഇതുപോലെ ഇപ്പൊ സുനാമി പ്രോൺ ഏരിയ ഒക്കെ ആണെങ്കിൽ അവിടെ സീഷോറിലുള്ള ഹൗസ് ബിൽഡിങ്ങിലുള്ള കൺസ്ട്രക്ഷൻ അത് ലീഗലി എന്ത് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള പോളിസീസ് പ്ലാൻ ചെയ്യാൻ, പ്ലാനിങ് നമുക്ക് പോളിസീസ് ഗവൺമെന്റിന് പ്ലാൻ ചെയ്യാൻ പറ്റും. അവിടെ പെർമിഷൻ കൊടുക്കാതിരുന്ന ബിൽഡിംഗ് ഉണ്ടാവില്ല. അപ്പൊ ഇനി സുനാമി ഡിസാസ്റ്റർ ഒക്കർ ചെയ്താലും ആ റിസ്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡിങ് ഡിസാസ്റ്റർ റിസ്ക് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഹസാർഡസ് ആക്ടിവിറ്റീസ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ഷൻസ്, അത് ബൈ ലെജിസ്ലേറ്റീവ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ്, അതേപോലെ മിനിമൈസ് റിസ്ക് ടു പോപ്പുലേഷൻ ആൻഡ് എൻവയോൺമെന്റ്, ആ രീതിയിലുള്ള പ്ലാനിംഗ് പോളിസീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു പ്രയോറിറ്റി. അതായത് ഫസ്റ്റ് പ്രയോറിറ്റി ഫോർ ആക്ഷൻ. ആദ്യം ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമുക്ക് ഒന്നുമില്ല, ആ ഒരു ഡിസാസ്റ്റർ ഒക്കർ ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഇനി അല്ലെങ്കിൽ ആ ഡിസാസ്റ്റർ ഒക്കർ ചെയ്താലും അത് ലോസസ് റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ റിസ്ക് റെഡ്യൂസ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ, strengthening disaster risk governance to manage disaster risk. The convention provides a framework for parties to be set up their legal and institutional framework at local, national, regional levels to address the prevention of preparedness for the response to industrial accidents. It focuses on disaster risk reduction arising from hazardous activities which can cause a transboundary effect in case of accident. The convention can be regarded as a mechanism for regional and sub-regional cooperation as it addresses local and transboundary disaster protection in case of consequences of an accident, travel across borders and support capacity development. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. സ്ട്രെങ്തനിങ് ഡിസാസ്റ്റർ റിസ്ക് ഗവേണൻസ് ടു മാനേജ് ഡിസാസ്റ്റർ റിസ്ക്. പിന്നെ ഡിസാസ്റ്റർ റിസ്ക് ആദ്യം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെ. ഇനി അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി, ഡിസാസ്റ്റർ റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസാസ്റ്റർ റിസ്ക് ഗവേണൻസ് സ്ട്രെങ്തൻ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് നമ്മൾ ഒരു ഫ്രെയിംവർക്ക് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന പോലെ ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്സ്, അത് നാഷണൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ, ലോക്കൽ ലെവലിൽ എന്ത് ചെയ്യാം,
ഈ പ്രിവെൻഷൻ പ്രിപ്പയർനെസ് ആൻഡ് റെസ്പോൺസ് പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുക, ഒരു ഫ്രെയിംവർക്ക് സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, സോ കംപ്ലീറ്റ് ഈ ഹസാർഡസ് ആക്ടിവിറ്റീസിനെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസാസ്റ്ററിനെ റിസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസാസ്റ്റർ റിസ്ക് ഗവേണൻസ് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ദ റിസ്ക് ആണ്. അപ്പൊ റിസ്ക് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, അതിന് മാനേജ് ചെയ്യാൻ, ഡിസാസ്റ്റർ റിസ്ക് മാനേജ് ചെയ്യാനുള്ള ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവൽ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ആ റിസ്ക് ഗവേണൻസ് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് റീജിയൻ ലെവൽ, സബ് റീജിയൻ ലെവൽ അങ്ങനെ ഉള്ള ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഒരു നമുക്ക് ഇന്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പ്രിപ്പയർനെസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനും അതേപോലെ ഡിസാസ്റ്റർ റിസ്ക് റെഡ്യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ദ സെക്കൻഡ് പ്രയോറിറ്റി ഫോർ ആക്ഷൻ. And third priority, investing in disaster risk reduction for resilience. That is, the convention promote the prevention of technological disaster risk through institutional, legislative, and practical measures adopted by authorities and operators. This comes with an obligation to adopt legislations for disaster risk reduction requiring operators of hazardous installations to ensure and demonstrate the safe performance of their activities. To ensure implementation of these measures, parties need to include financial means as well as. The convention therefore also promote coherence across sectors by stipulating cooperation among national authorities, which include the private sector. Proper investment in all elements of disaster risk reduction and industrial accident prevention are critical in order to strengthen the resilience. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റിംഗ് ഇൻ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഫോർ റെസിലിയൻസ്. അതായത് നമുക്ക് ഈ പറയുന്ന ഏത് പ്രിപ്പയർനെസ് ആക്ഷൻ ആയാലും അല്ലെങ്കിൽ മിറ്റിഗേഷൻ മെഷേഴ്സ് ആയാലും എന്ത് ഇംപ്ലിമെന്റേഷൻ ആയി കഴിഞ്ഞാലും ആക്ച്വലി ഇറ്റ് നീഡ്സ് ഫിനാൻഷ്യൽ സപ്പോർട്ട് അല്ലെ. ഫിനാൻഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റീസോഴ്സസ് ആവശ്യമാണ്. ഇനിയിപ്പം ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്തു, മിറ്റിഗേഷൻ ചെയ്തു, എന്നാലും എന്താണ് ഡിസാസ്റ്റർ ഒക്കർ ചെയ്തു കഴിഞ്ഞാലുള്ള റെസ്പോൺസ് ആക്ഷൻസ്, റിക്കവറി, റീഹാബിലിറ്റേഷൻ, അപ്പൊ ഇതിനൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വേണം. അപ്പൊ തേർഡ് പ്രയോറിറ്റി, ഇൻവെസ്റ്റിംഗ് ഇൻ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഫോർ റെസിലിയൻസ്. അതായത് കംപ്ലീറ്റ് റീകൺസ്ട്രക്ട് ചെയ്ത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. So it promote prevention of technological disaster risk through institutional, legislative and practical measures. അതായത് ടെക്നോളജിക്കൽ ഡിസാസ്റ്റർ റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ ആക്സിഡൻസ് അല്ലെ, ഇൻഡസ്ട്രിയൽ ആക്സിഡൻസ്, കെമിക്കൽ ആക്സിഡൻസ്, അതൊക്കെയാണ് ടെക്നോളജിക്കൽ ഡിസാസ്റ്റേഴ്സിൽ വരുന്നത്. അപ്പോൾ അവിടെ കുറച്ചുകൂടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ കുറച്ചുകൂടെ സെക്യൂർ ആയിട്ടുള്ള മെഷേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അതായത് അതോറിറ്റീസ് അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ് കുറച്ച് സെക്യൂരിറ്റി മെഷേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഇപ്പൊ മൈനിങ്ങിലൊക്കെ ഉണ്ടാവുന്നത് അല്ലെ, മൈനിങ്ങിലൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു, മൈനിങ്ങിലൊക്കെ ഉണ്ടാവുന്ന ആക്സിഡൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ കെമിക്കൽ എക്സ്പ്ലോഷൻസ്, അതിന്റെ ക്യാരി ചെയ്യുമ്പോൾ സ്റ്റോറേജ് ചെയ്യുമ്പോഴൊക്കെ ഉള്ള പ്രശ്നങ്ങൾ കൊണ്ട് കെമിക്കൽ ഹസാർഡ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്താൽ. പക്ഷെ അതിനെന്തായിരിക്കും, കോസ്റ്റ്ലി ആയിരിക്കും അല്ലെ. കുറെ സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ അതിന് വേണ്ട ഫെസിലിറ്റീസ് ആക്കണമെങ്കിൽ എന്തായിരിക്കും, ഈ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് വേണ്ടി വരും. ഓക്കെ, അപ്പോ ഒന്ന് അതാണ് നമ്മുടെ ടെക്നോളജിക്കൽ ഡിസാസ്റ്റർ റിസ്കിനെ റെഡ്യൂസ് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യാം. Then to adopt legislations for disaster risk reduction requiring operators of hazardous installation to ensure demonstrate safe performance of their activities. അതേപോലെ നമുക്ക് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കൺസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ മിറ്റിഗേഷൻ മെഷേഴ്സ്. ഓക്കെ, പിന്നെ അപ്പൊ ടു എൻഷുർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദീസ് മെഷേഴ്സ് പാർട്ടീസ് നീഡ് ടു ബി ഇൻക്ലൂഡ് ഫിനാൻഷ്യൽ മീൻസ് ആസ് വെൽ. അപ്പൊ ഈ പറയുന്ന എല്ലാ മെഷേഴ്സും ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആവശ്യം വരും. Okay, so this convention promote coherence across sectors by stipulating cooperation among national authorities, which include the private sector. So private sectors ഉം national authorities ഉം കംപ്ലീറ്റ് കോപ്പറേറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, ആ ഫിനാൻഷ്യൽ സപ്പോർട്ടും കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രയോറിറ്റി. Okay, so proper investment in all elements of disaster risk reduction and industrial accident prevention are critical in order to strengthen resilience. അപ്പൊ നമുക്ക് കംപ്ലീറ്റ് എന്താ ചെയ്യണം, ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പൊ പ്രോപ്പർ ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാ റീജിയണിലും എന്താ നെസസറി ആണ് ഫോർ ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ് പ്രിവെൻഷൻ ആൻഡ് സ്ട്രെങ്തൻ റെസിലിയൻസിന് വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് ദ തേർഡ് പ്രയോറിറ്റി ഫോർ ആക്ഷൻ. ആൻഡ് കമ്മിങ് ടു ദ ലാസ്റ്റ് പ്രയോറിറ്റി, that is fourth one, enhancing disaster preparedness.
for effective response and to build back better in recovery, rehabilitation and reconstruction. So in the heading വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് ഫോർ എഫക്റ്റീവ് റെസ്പോൺസ്. എഫക്റ്റീവ് റെസ്പോൺസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പയർനെസ് എൻഹാൻസ് ചെയ്യാം. ദെൻ ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന് പറഞ്ഞാൽ ഒക്കെ ചെയ്തതിനു ശേഷം ആ നോർമൽ കണ്ടീഷനിലേക്ക് തിരിച്ചു വരാൻ. ഓക്കെ, ഇൻ ടേംസ് ഓഫ് റിക്കവറി, റീഹാബിലിറ്റേഷൻ, റീകൺസ്ട്രക്ഷൻ. അത് ഏറ്റവും ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യുക, തിരിച്ച് റിക്കവർ ചെയ്ത് വരിക എന്നുള്ളതിനാണ് നെക്സ്റ്റ് പ്രയോറിറ്റി വരുന്നത്. ഓക്കെ, സോ ദ കൺവെൻഷൻ പ്രൊമോട്ട്സ് ദ ഓർഗനൈസേഷൻ ടു transboundary exercises to train relevant authorities and the population on preparedness and response. More specifically, in line with the Sendai framework, the convention contains obligations to. അപ്പോൾ ആ ഒരു കാര്യം, അതായത് നമ്മൾ കംപ്ലീറ്റ് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ അതിൽ മെയിൻലി പറയുന്നത് പ്രിപ്പയർ, റിവ്യൂ ആൻഡ് പീരിയോഡിക്കലി അപ്ഡേറ്റ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് ആൻഡ് കോണ്ടിജൻസി പോളിസീസ്, പ്ലാൻസ് ആൻഡ് പ്രോഗ്രാംസ്, ensuring the participation of all sectors and stakeholders, in particular when preparing on and off-site contingency plans as required by the convention. അതായത് പ്രിപ്പയർ, റിവ്യൂ ആൻഡ് പീരിയോഡിക്കലി അപ്ഡേറ്റ്. നമ്മുടെ കംപ്ലീറ്റ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാൻ പ്രിപ്പയർ ചെയ്യണം, അത് റിവ്യൂ ചെയ്യണം, ദെൻ പീരിയോഡിക്കലി അപ്ഡേറ്റ് ചെയ്യണം. അതായത് സിറ്റുവേഷൻ കണക്കായിട്ടും ഡിസാസ്റ്റർ കണക്കായിട്ടും എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, എന്തൊക്കെ പോളിസീസ്, പ്ലാൻസ്, പ്രോഗ്രാംസ്, ഇത്രയും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. എൻഷുറിങ്, അതിനകത്ത് പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ സെക്ടേഴ്സ്, എല്ലാ സെക്ടേഴ്സിന്റെയും പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യണം. അതിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, പിന്നെ അതേപോലെ ഈ പറയുന്ന കമ്മ്യൂണിറ്റി, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഈ പ്ലാൻസ് ആൻഡ് പ്രോഗ്രാംസ്, പോളിസി പ്ലാൻസ് ആൻഡ് പ്രോഗ്രാംസ്, എന്തിനു വേണ്ടിയിട്ടുള്ള, ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സിന് വേണ്ടിയിട്ടുള്ള പോളിസി, പ്ലാൻസ് ആൻഡ് പ്രോഗ്രാംസ് പ്രിപ്പയർ ചെയ്യുക, റിവ്യൂ ചെയ്യുക, പീരിയോഡിക്കലി അപ്ഡേറ്റ് ചെയ്യുക. ബൈ ഇൻക്ലൂഡിങ് ഓൾ ദ സെക്ടേഴ്സ്, എല്ലാ സ്റ്റേക്ക് ഹോൾഡർ സെക്ടേഴ്സിനും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇത് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് പ്രൊമോട്ട് റെഗുലർ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്, റെസ്പോൺസ് ആൻഡ് റിക്കവറി എക്സസൈസസ്. അതായത് പ്രിപ്പയർനെസ്, റെസ്പോൺസ്, റിക്കവറി എക്സസൈസസ് റെഗുലറായി പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, ദെൻ ഡെവലപ്പ് ആൻഡ് സ്ട്രെങ്തൻ ആസ് അപ്രോപ്രിയേറ്റ് കോർഡിനേറ്റഡ് റീജിയണൽ അപ്രോച്ചസ് ആൻഡ് ഓപ്പറേഷണൽ മെക്കാനിസം ടു പ്രിപ്പയർ ഫോർ എൻഷുർ റാപ്പിഡ് ആൻഡ് എഫക്റ്റീവ് ഡിസാസ്റ്റർ റെസ്പോൺസ്. For example, through the use of the UNECE Industrial Accident Notification System to request and render mutual assistance in cross-border context. അതായത് അതൊരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, നമ്മൾ എന്ത് ചെയ്യുക, ഡെവലപ്പ് ആൻഡ് സ്ട്രെങ്തൻ കോർഡിനേറ്റഡ് റീജിയണൽ അപ്രോച്ചസ് ആൻഡ് ഓപ്പറേഷണൽ മെക്കാനിസം ടു പ്രിപ്പയർ ഫോർ ആൻഡ് എൻഷുർ റാപ്പിഡ് ആൻഡ് എഫക്റ്റീവ് ഡിസാസ്റ്റർ റെസ്പോൺസ്. അപ്പോൾ പെട്ടെന്നൊരു ഡിസാസ്റ്റർ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഓപ്പറേഷണൽ മെക്കാനിസംസ് അല്ലെങ്കിൽ അപ്രോച്ചസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മോക്ക് ഡ്രിൽസും അതേപോലെ കംപ്ലീറ്റ് ആൾക്കാർ എന്ത് ചെയ്യുക, അവയർനെസ് കൊടുക്കുക, ദെൻ മോക്ക് ഡ്രിൽസ് കണ്ടക്ട് ചെയ്യുക, ഇതിനെ ട്രെയിൻ ചെയ്യുക, അവരെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ ആ സമയത്ത് എങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ ട്രെയിൻ ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക റെസ്പോൺസിന് കണക്കായിട്ട്. ഓക്കെ, സോ പ്രൊമോട്ട് ആ റെഗുലർ പ്രിപ്പയർനെസ് പ്ലാൻസ് പ്രൊമോട്ട് ചെയ്യുക, ഡെവലപ്പ് ആൻഡ് സ്ട്രെങ്തൻ അപ്രോപ്രിയേറ്റ് കോർഡിനേറ്റഡ് റീജിയണൽ അപ്രോച്ചസ് ആൻഡ്, അതായത് റീജിയണലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഓപ്പറേഷണൽ മെക്കാനിസംസ് അത് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് റാപ്പിഡ്, അതായത് പെട്ടെന്ന് ഡിസാസ്റ്റർ ഒക്കർ ചെയ്താലും അത് റാപ്പിഡായി എഫക്റ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ സ്ട്രെങ്തൻ ചെയ്യാം. ഓക്കെ, എല്ലാ ലെവലിലും, കമ്മ്യൂണിറ്റി ലെവലിലും, റീജിയൻ ലെവലിലും, നാഷണൽ ലെവലിലും ചെയ്യാം. ഇതൊക്കെയാണ് എന്താ പറയുന്നത്, ഫോർത്ത് പ്രയോറിറ്റിയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രയോറിറ്റീസ് ഫോർ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ നോക്കുക, അണ്ടർസ്റ്റാൻഡിങ് ഡിസാസ്റ്റർ റിസ്ക്, ഓരോ ഏരിയയിലും ഡിസാസ്റ്റർ റിസ്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ലീഗലി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ് എടുക്കണം, ഫസ്റ്റ് വൺ. പിന്നെ ഇതിനെ മാനേജ് ചെയ്യാനുള്ള, ഡിസാസ്റ്റർ റിസ്ക് എവിടെയൊക്കെ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യാനുള്ള റിസ്ക് ഗവേണൻസ് അല്ലെങ്കിൽ അതിന്റെ അതോറിറ്റി അല്ലെങ്കിൽ ആ ഒരു ഹൈറാർക്കിയൽ ലെവൽ അതൊന്ന് സ്ട്രെങ്തൻ ചെയ്യണം. ഓക്കെ, അതായത് അതിന്റെ ഓർഗനൈസേഷൻസ്, ഏതൊക്കെ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെ ഏജൻസീസ് ഇൻവോൾവ് ആയിട്ടുള്ളത്, അപ്പോൾ ഓരോ ലെവലിലും അവരെ സ്ട്രെങ്തൻ ചെയ്യാൻ, മാനേജ് ചെയ്യാൻ വേണ്ടി, അതായത് ഡിസാസ്റ്റർ റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു അതോറിറ്റി അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ, നാഷണൽ അതോറിറ്റി, നമ്മൾ സ്റ്റേറ്റ് അതോറിറ്റി ഒക്കെ ഉണ്ടല്ലേ, അപ്പൊ അവരെ സ്ട്രെങ്തൻ ചെയ്യുക എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ള കാര്യത്തിൽ. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് ഫിനാൻഷ്യൽ സപ്പോർട്ടാണ്, റെസിലിയൻസിന് വേണ്ടി, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ റെസിലിയൻസിന് വേണ്ടിയിട്ടുള്ള ആ പ്രിപ്പയർനെസ് ആക്ഷൻസ് അല്ലെങ്കിൽ മിറ്റിഗേഷൻ ആക്ഷൻസിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഫിനാൻഷ്യൽ സപ്പോർട്ട്. അപ്പൊ നെക്സ്റ്റ് പറയുന്നത് ഇൻവെസ്റ്റിംഗ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഫോർ ഫെയിലിയർ, റെസിലിയൻസ്. ദെൻ ഫൈനലി എൻഹാൻസ് ആ പ്രിപ്പയർനെസ് പ്ലാൻസ്, നമുക്ക് കംപ്ലീറ്റ് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പയർനെസ് പ്ലാൻസ് എൻഹാൻസ് ചെയ്യുക. These are the main 4 priorities for actions that is described in Sendai framework. Okay, ബാക്കി ഇനി ഇതിന്റെ ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ഉള്ളത്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.
Okay. So attendance. Akshay, Present, miss. Anjana, Present, miss. Anusri, Present, miss. Ashna, Present, miss. Ashwin, Present, miss. Dominic, Present, miss. Shees, Present, miss. Adil, Present, miss. Roshni, Present, miss. Sharon, Present, miss. Vishnu, Present, miss. Vaishnav,